Hello guys, welcome to a day in my life at my PG in Kadavandra. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് ഈ വ്ളോഗ് ചെയ്യാനുള്ള ടച്ച് വിട്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഹോസ്റ്റൽ ഹോളിഡേ ആണ്. ആക്ച്വലി ബക്രീദ് ആയതുകൊണ്ട് ഇവിടെ കുക്കൊന്നുമില്ല. നമ്മളൊരു 4 പിള്ളേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ചെയ്തേക്കാം. കാരണം നമ്മൾ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ച് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്. ഞാൻ ഒരു പ്രാവശ്യം ഷോർട്സിൽ കാണിച്ച സമയത്ത് ഞാൻ മുകളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മാസമായിട്ട് ഞാൻ അടിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ജനലൊന്ന് തുറക്കാം. കറണ്ടില്ല, ചൂടെടുക്കുന്നത്, വെളിച്ചവും ഇല്ല. സോ ഈ ജനലൊന്ന് തുറന്നിട്ട് നല്ല ആശ്വാസമാണ്. സോ നമുക്ക് ബെഡൊന്ന് ക്ലീൻ ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, 12 മണി ആവാറായിട്ടോ. ഇന്ന് സൺഡേ അല്ലേ, കുറേ നേരം കിടന്ന് ഉറങ്ങി. പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ PG ഹോളിഡേ ആണ്. ബക്രീദ് പ്രമാണിച്ച് ഇവിടുത്തെ കുക്ക് വീട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഫുഡില്ല സാറ്റർഡേ സൺഡേ. ആൻഡ് ഇന്ന് സൺഡേ, അപ്പോൾ ആൻറ്റി വൈകുന്നേരം വരും. അപ്പോൾ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് ഫുഡില്ല. സോ അപ്പം നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് രാവിലെ ഞാൻ ചോക്കോസ് കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തു. രാത്രി നമ്മളിവിടെ ചോറ് ബാക്കിയുണ്ടാക്കി. ചോറ് തിളപ്പിച്ച് അലീന തക്കാളി കറി ഉണ്ടാക്കി. ആൻഡ് എന്തായിരുന്നു, വെണ്ടയ്ക്ക വഴറ്റി. അങ്ങനെ ചോറ് കഴിച്ചു. ഇപ്പോൾ എന്താ ഓരോരുത്തരൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മുട്ട ഉണ്ടായി, സവാള തക്കാളി ഉണ്ടായി. പിന്നെ ബ്രെഡ് ഇവിടുത്തെ ഓണർ, PG ഓണർ മേടിച്ചിട്ട് വന്നു ഞങ്ങൾക്ക് ബ്രെഡ് ഓംലേറ്റും ചായ. നമുക്ക് ബ്രഞ്ചായിട്ട് കഴിക്കാം. നമുക്കത് ഉണ്ടാക്കാം. അതിൻ്റെ കോലം നോക്കും. ഹോംലെസ് ലുക്ക് അമ്മ ഇന്ത്യ ഉണ്ടാക്കും. അതിൻ്റെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അടിക്കണം. പിന്നെ കളി ബ്രെഡ് ചായ ഉണ്ടാക്കാൻ. അപ്പോൾ കിച്ചൺ ഇന്ന് നമ്മളുടെ കയ്യിലാണ്. എനിക്കിതിവിടെ വെക്കാനൊന്നും വലിയ സ്ഥലമൊന്നുമില്ല, ഇങ്ങനെ കാണിക്കാനും പറ്റത്തില്ല. ഞാനത് ഏതെങ്കിലും ഒരു ആംഗിളൊക്കെ കിട്ടിയിട്ട് പിന്നെ വരാം. ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ നോക്കട്ടെ. 12:30 ആവാറായി. സോ വേഗം ചെയ്യട്ടെ.
അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബ്രഞ്ച്. അപ്പോൾ സമയം 2 മണിയായി. എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഇനി ഉച്ചക്കലത്തെ കാര്യം നോക്കണ്ട. പിന്നെ ഇനി കുറച്ച് പണിയുണ്ട്. നമ്മളെ റൂം ക്ലീൻ ആക്കണം, അലക്കണം, പിന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കണം. ഈശ്വര, എൻ്റെ അമ്മയും വ്ളോഗ് കാണുകയാണെങ്കിൽ എന്നെ തല്ലിക്കൊല്ലും ഉച്ചക്കലക്കൊക്കെ കുളിക്കുന്നത്. ഞാൻ അങ്ങനെ ഉച്ച ആവാറൊന്നും ഇല്ല കുളിക്കാൻ. സൺഡേ ആണെന്നുണ്ടെങ്കിലും ഇത്രയും ലേറ്റ് ആവാറില്ല. ഇന്ന് എന്തോ ലേറ്റായിപ്പോയി. അമ്മ എന്തായാലും വീഡിയോ കാണും, എനിക്കറിയാം. അപ്പോൾ കിട്ടാനുള്ളത് ഞാൻ മേടിക്കാം. പിന്നെന്താ, എന്നാൽ പിന്നെ അലക്കാം. ഞാൻ നേരത്തെ അവിടെ ചെന്നപ്പോൾ ആരോ അലക്കുന്നുണ്ടായി, അതാണ് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പോയി നോക്കണം. അപ്പോൾ ഞാൻ എന്താ വാഷിംഗ് മെഷീനിൽ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ട് അലക്കാൻ, പക്ഷേ 2 ബക്കറ്റൊന്നുമില്ല. ഒരു ബക്കറ്റിൽ എൻ്റെ ഡിറ്റർജൻറ്റ് സാധനങ്ങളാണ്. മറ്റേ ഓറഞ്ച് ബക്കറ്റിലാണ് അലക്കാനുള്ള തുണി. She calls me day and night. I'm sorry girl, you just don't make me feel right. I never meant to make you cry, you were right. Just leave me be, I'm not gonna put up a fight. And every time you wake up feeling worse and then you check the time. It's never what it feels like, just throw me a dime. If everything was good then you would feel alive. If everything was good then you would feel alive. Everything was good then you would feel alive. If everything was good then you would feel alive. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ടെസ്റ്റ് എടുക്കലായിരിക്കും, റീൽസ് കാണും. എന്താ ഒരു ഐഡിയ ഇല്ല. സമയം ആക്ച്വലി വൈകുന്നേരം 4:30 ഇപ്പോഴും ഞാൻ ഉച്ചക്കലത്തൊന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നില്ല. അപ്പം ഇന്ന് റീൽസോ സിനിമയോ എന്തെങ്കിലും കണ്ടിട്ട് വരാം. ഞാൻ റീൽസും സിനിമയൊന്നും കണ്ടില്ല. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഈ കപ്പോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. സോ ഞാൻ എന്തേ ചോക്കോസ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇനി അടിയിൽ ചെന്നിട്ട് ചോക്കോസ് കഴിക്കണം. എനിക്ക് ചൂട് പാലിൽ ചോക്കോസ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ പാല് ചൂടാക്കി, അതേപോലെ പിന്നെ കുറച്ച് പഴവും അരിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോക്കോസ് കഴിച്ചു. പിന്നെ ഞാൻ എന്താ ഇത്തിരി പഠിക്കാനൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ വലിയ പഠിത്തമൊന്നും നടന്നില്ല. അങ്ങനെ തോണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു. ലുഡോ കണ്ടോ? ഞാൻ താല്പര്യക്കാവിൽ നിന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ലുഡോ കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബക്രീദ് ഹോളിഡേയ്സ് വിശേഷങ്ങൾ. സോ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.